ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ മത്തി ചമ്മന്തി അഥവാ മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു കിടു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് പ്രസ് ചെയ്യുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 10 ചെറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കുഞ്ഞമത്തിയാണ് കേട്ടോ. വലുതും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഞ്ഞമത്തി ആകുമ്പോഴേ നമുക്ക് മുള്ളൊന്നും കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. മുള്ളോട് കൂടി തന്നെ എടുക്കാൻ പറ്റും. വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലഷ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞമത്തി എടുക്കുന്നതാണ് നല്ലതെന്ന് പറയണത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയണത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു വിരലിൻ്റെ വലിപ്പം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 സൈഡും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എല്ലാ സൈഡും വരഞ്ഞു വെച്ചിട്ട് ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു സൈഡിൽ നമുക്കിതിൻ്റെ മാരിനേഷൻ ചെയ്യാനുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളമായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ മീനുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ മസാല പിടിക്കുന്ന ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്ത് വെക്കാം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോർമലി ചമ്മന്തി അരയ്ക്കുന്ന ചെറിയ ജാറുണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല. അതിലൊതുങ്ങുന്ന അളവേ നിങ്ങൾ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ജാർ എടുത്താൽ മതി. ഞാനിപ്പോൾ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 6 7 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി 2ആയിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. പിന്നെ 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചേർക്കാം. ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഈ ചെറുതായിട്ട് അരിയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്, കോൽപ്പുളി. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് തേങ്ങാപ്പീരയാണ്. 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. 1 കപ്പൊക്കെ തേങ്ങാപ്പീര എടുക്കുമ്പോഴേ നമുക്ക് തേങ്ങാപ്പീരയുടെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾ 1 കപ്പ് ഫുള്ളായിട്ട് എടുക്കേണ്ട, കുറച്ച് കുറവ് എടുക്കുക. 1/4 കപ്പ് എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർക്കും. ഉപ്പ് നമ്മൾ ഓൾറെഡി മീനിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പീര ഈ ഒരു അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അല്ല പിന്നെ 2 കൂടി ആകുമ്പോൾ ഉപ്പ് കൂടി പോവില്ലേ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. നമ്മളിത് റെഡിയാക്കി ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം അരയ്ക്കേണ്ട, ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേരുവയും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടി റെഡിയാക്കിയതിന് ശേഷം ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അരയ്ക്കാതെ തന്നെ ഇങ്ങനെ മാറ്റി വയ്ക്കാം. അപ്പോൾ അന്നേരത്തേക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനോ, ഒരു പരന്ന പാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുഴിയുള്ള കടായിയോ വയ്ക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 10 മീൻ ഉണ്ടല്ലോ, അപ്പോൾ 10 മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ നോർമലി മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക, ഭയങ്കര ഹാർഡായിട്ട് മൊരിച്ചെടുക്കരുത്. മീൻ നന്നായിട്ട് വേവണം, ചെറുതായിട്ടൊന്ന് മൊരിയണം, അത്ര മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് മൊരിച്ച് വടി പോലെ ആക്കരുത് മീൻ. ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു പരുവത്തിൽ മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. മീനിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. നമുക്കൊരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചൂടാറി വരും. ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരപ്പുണ്ടല്ലോ, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ അരപ്പ് നമ്മൾ അരച്ചിട്ടില്ല, അതെടുക്കാം. ഈ മിക്സി ജാറിലേക്ക് ഈ വറുത്ത മീനും കൂടിയിട്ട് ചേർത്ത് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ മീൻ ഓരോന്നായിട്ട് എടുത്ത് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുറിച്ചിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കണ പോലെ ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് നല്ല തരിതരിയായിട്ട് അരച്ചെടുക്കാം. മീൻ ഏതാണ് മുള്ളേതാണെന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ നല്ല തരിയായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ മത്തി, അതായത് ഈ മുള്ളിന് അധികം കട്ടിയില്ലാത്ത ടൈപ്പ് മത്തി ഉണ്ടല്ലോ. ചെറിയ മത്തിക്ക് അങ്ങനെ വലിയ കട്ടി കാണില്ല. വലുതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടി കാണും. അപ്പോൾ വലിയൊരു മത്തിയിലൊക്കെയാണ് നിങ്ങളിത് ചെയ്തതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു മീനിലാണ് നിങ്ങളിത് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ തന്നെ ആഡ് ചെയ്യരുത്. അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട്, അതിന് മാംസം മാത്രം എടുത്തിട്ട് ആഡ് ചെയ്യുക. മുള്ള് മാറ്റിക്കളയാം.
പക്ഷേ ഇതിപ്പോൾ ചെറിയൊരു മത്തിയല്ലേ, നമുക്കിതിൻ്റെ മുള്ളൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളിത് അരച്ച് കഴിയുമ്പോൾ മുള്ള ഏതാന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ചെറിയ നാര് പോലെ കാണത്തുള്ളൂ മുള്ളൊക്കെ. അത് മാത്രമല്ല കേട്ടോ, മീനിൻ്റെ മുള്ള് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നോക്കിയാൽ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കയറി വരും അരപ്പ്. അപ്പോൾ അന്നേരം നമ്മൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മേലോട്ടാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എഗെയിൻ അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അന്നേരം നോക്കിയാൽ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. നല്ല അടിപൊളിയായിട്ട് നല്ല തരിയായിട്ട് നമുക്ക് മീനെല്ലാം മുള്ളെല്ലാം നന്നായിട്ട് അരഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാട്ടോ ഫീൽ ചെയ്യണത്. ഈ ഒരു മത്തിയുടെയും ആ ഒരു അരപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഓൾമോസ്റ്റ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്താം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ മീൻ വറുത്ത അതേ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കരിഞ്ഞ് പിടിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൻ മാറ്റുക, അല്ലെങ്കിൽ ഈ പാനൊന്ന് ജസ്റ്റ് തുടച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിൽ നോക്കിയാൽ അങ്ങനെ കരിഞ്ഞ് പിടിക്കുകയോ അങ്ങനത്തെ ഒരുപാട് തരി ഒന്നും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. കഴുകണമെന്നോ തുടയ്ക്കണമെന്നോ ഒന്നുമില്ല കേട്ടോ. പാനൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ അരപ്പും കൂടി അങ്ങ് തട്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അപ്പോൾ അന്നേരത്തേക്ക് ആ ഉണ്ട പോലെ ഇരിക്കുന്നതൊക്കെ മാറിയിട്ട് അങ്ങ് തരിയായിട്ട് വരും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ മുള്ളൊക്കെ ചെറിയൊരു നാര് പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊരിക്കലും നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ ബോധരയില്ല, നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. നമ്മളിപ്പോൾ പീര വറ്റിച്ചതൊക്കെ കഴിക്കുമ്പോൾ ആ മുള്ളോട് കൂടിയിട്ടില്ലേ കഴിക്കുന്നത്, നമുക്കതൊരു ബുദ്ധിമുട്ടല്ലല്ലോ. അപ്പോൾ ആ ഒരു ഫീല് മാത്രമേ ഇതിനകത്തുള്ളൂ. അത്ര പോലും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുള്ളെല്ലാം ഇതിനകത്ത് മിക്സിയിൽ അടിച്ചങ്ങ് ചേർന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. പക്ഷേ ഞാൻ കൂടുതൽ എണ്ണ യൂസ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ മീൻ വറുത്ത എണ്ണയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളി ഒരു നാടൻ ചമ്മന്തിയാണ്. കിടു ടേസ്റ്റാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അരപ്പും മീനും തമ്മിലുള്ളൊരു അനുപാതം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റേഷ്യോ നോക്കുക. കൂടുതൽ അരപ്പെടുത്ത് കുറച്ച് മീൻ എടുക്കുമ്പോൾ ആ മീനിൻ്റെ ഫ്ലേവർ കുറഞ്ഞു പോകും. അപ്പോൾ അരപ്പ് ഒരുപാട് എടുക്കാണ്ട് ശ്രദ്ധിക്കുക. മീൻ കൂടിയാലും കുഴപ്പമില്ല, അരപ്പ് കൂടാണ്ട് ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് ബെല്ലൈക്കണ്ടും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.